ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു സംഭവം അൺബോക്സ് ചെയ്യാനുണ്ട്. നമുക്കൊരു പെട്ടി ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാറിൻ്റെ ഒരു ഡാഷ് ക്യാമറയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കാറിലുള്ള ഈ വെക്കാൻ പറ്റുന്ന ഒരു ഡാഷ് ക്യാമറ. പ്രത്യേകം പറയാം, ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ ആമസോണിൽ നിന്ന് കായ് എടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കായ് എടുത്ത് നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയുള്ള സാധനമാണല്ലോ നമ്മൾ വാങ്ങുക. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്താണ് F70 എന്ന് പറയുന്ന കാറിൻ്റെ ഡാഷ് ക്യാമറ. ഇത് ഞാൻ എടുക്കാനുള്ള രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ കാറിലെ ഡാഷ് ക്യാം അപ്ഗ്രേഡ് ചെയ്യുന്ന കുറേ കാലമായിട്ട് വിചാരിച്ചത്. അങ്ങനെ കുറേ കാലത്ത് അങ്ങനെ തപ്പി നടക്കുകയായിരുന്നു ഒരു നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന രീതിയിൽ കുറേ തപ്പി നടക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ F70 കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് ഞാനത് എടുക്കണോ വേണോ വെച്ചിട്ട് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നു, പിന്നെ എപ്പോഴും എടുക്കുക അല്ലെങ്കിൽ നോക്കിയിട്ട് എടുക്കുക എന്നുള്ളതിൽ. ആ സമയത്താണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഫർഹാൻ ബിൻ ഫസലിൻ്റെ ചാനലിൽ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ഞാൻ ഇങ്ങനെ ഹോം പേജിൽ ഇങ്ങനെ റെക്കമെൻഡ് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ പുള്ളിക്കാരനോട് കണ്ടപ്പോൾ എനിക്കൊന്ന് കൺഫർമേഷൻ ആയി. കാരണം ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന കുറേ ആയിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ വെച്ചിരുന്ന സാധനം പുള്ളിക്കാരൻ എടുത്തതും രണ്ടും കണക്റ്റ് ആയപ്പോൾ എനിക്ക് ഇതന്നെ എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 3 ക്യാമറ വരുന്നുണ്ട്. അതായത് ഫ്രണ്ട്, ബാക്ക്, ഇൻറ്റീരിയർ. അതായത് കാറിൻ്റെ ഉൾഭാഗവും കാറിൻ്റെ ഫ്രണ്ടും ബാക്കും ആയിട്ട് വരുന്ന 3 ക്യാമറാസ് സെയിം ടൈം വർക്ക് ചെയ്യുന്ന ഒരു ഡാഷ് ക്യാമാണ് സാധനം. അതും 4K ആണ് അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഫ്രണ്ട് ക്യാം 4Kയിലും ബാക്കി 2 ക്യാമും 1080p അതിൻ്റെ റെക്കോർഡിങ് വരുന്നത്. അപ്പോൾ ഞാൻ ഇത് ആക്ച്വലി രണ്ടാമത്തെ തവണ റീഷൂട്ട് ചെയ്യുന്ന ഇൻട്രോ. സ്റ്റാർട്ടിംഗ് തൊട്ട് ഞാൻ മൊത്തം ഷൂട്ട് ചെയ്തത് 1080p പിന്നെ ആലോചിച്ച് എടാ ഈ കാറിൻ്റെ എന്തായാലും ഓഫ് കോഴ്സ് ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ മറ്റേ വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരണമല്ലോ. വീഡിയോ ക്ലിപ്പ് മറ്റേ 4Kയിലുള്ള വീഡിയോ ക്ലിപ്പ് ഞാൻ ഈ 1080p ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെ കാണിച്ചിട്ട് വിചാരിച്ചിട്ട് പിന്നെ അത് മണ്ടത്തരം പറ്റി വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ ഇപ്പോൾ റീഷൂട്ട് ചെയ്യാണ്. 4Kയിലാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വിക്ക് അൺബോക്സിങ് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് തുറന്ന് കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് തുറന്നിട്ട് ഇതൊന്ന് തുറന്ന് കാണിച്ചിട്ട് നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് കാറിൽ വെക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അൺബോക്സിങ് നമുക്ക് ഇതിൻ്റെ ഒന്ന് നടത്തിയിട്ട് നമുക്ക് നേരെ കാറിൽ പോയിട്ട് സാധനങ്ങൾ വെക്കാം. ഓക്കെ, പടപടപടപട എന്ന് പറഞ്ഞ പരിപാടി എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതിൽ ഇങ്ങനെ ഒരു മാനുവൽ വരുന്നു. ഇതൊന്നും കാര്യമില്ല, ഇവിടെ വെക്കുന്നു. അടുത്ത ഇതിനെന്താ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അപ്പോൾ ഗൈഡ് വരുന്നു, ഇതും നമുക്ക് കാര്യമില്ല. അപ്പോൾ സെക്കൻഡ് നമുക്ക് ഇതിൻ്റെ ഒരു റെഡ് ടൈഗറിൻ്റെ ഇത് ജസ്റ്റ് ഇവരുടെ ഒരു കാർഡ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. ക്യാമറ മെയിൻ യൂണിറ്റ് ഇതാ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധനം തുറന്ന് നോക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇങ്ങനെയാണ് സാധനം വരുന്നത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ സാമാനം വരുന്നത്. സാമാനത്തിൻ്റെ റെഡ് ടൈഗർ പ്ലീസ് റീഡ് ദ മാനുവൽ ബിഫോർ യൂസിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സ്റ്റിക്കർ ഒന്ന് ഇങ്ങനെ പറിച്ച് കളഞ്ഞുതരാം. അപ്പോൾ ഇത് ഉടച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. ഇത് ഞാൻ പറിച്ച് കളഞ്ഞുതരാം. ഇവിടെയാണ് ഒരു ക്യാം. ഇത് കാറിൻ്റെ ഇൻറ്റീരിയർ ക്യാമാണ് വരുന്നത്. ഇനി ബാക്കിലേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത സ്റ്റിക്കർ, അതായത് നമ്മുടെ ക്യാമിൻ്റെ ഇവിടെ അപ്പോൾ ഇതും പറിച്ച് കളഞ്ഞാൽ അപ്പോൾ ടോട്ടൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. ഇത് ഫ്രണ്ട് ക്യാമറ 4K ക്വാളിറ്റിയുള്ള ഫ്രണ്ട് ക്യാമറ. ഇത് 1080p ക്യാമറ. പിന്നെ ഇനി അടുത്തൊരു ക്യാമറ ബാക്ക് സൈഡിലേക്കായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഡിസ്പ്ലേ വരുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തപ്പോഴും എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് വെച്ചാൽ ഡിസ്പ്ലേ ഇല്ലാത്ത ഒരു ഡാഷ് ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ ഉള്ളതാണ് കൂടി യൂസ്ഫുൾ നമുക്ക് പ്രാക്ടിക്കലി എന്നാണ് എനിക്ക് തോന്നി. കാരണം ഡിസ്പ്ലേ ഇല്ലാത്ത യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ തൽക്കാലം ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സാധനം എടുത്ത് നോക്കാം. ഇതിലാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ ഇതാണോ ഇതിനുള്ളത്? ഓക്കെ, ഇത് ഇതിൻ്റെ തോന്നുന്നു, ഫ്രണ്ടിൻ്റെ തോന്നുന്നു സാധനം. ഇത് മുകളിൽ 3Mൻ്റെ സാധനം. ഇതൊരു തൊട്ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന സാമാനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലഗ് ആൻഡ് പ്ലേ അഡാപ്റ്റർ വരുന്നുണ്ട്. അതായത് USB പോർട്ടല്ലല്ലോ, എന്താ പറയുക, കാറിൻ്റെ ഉള്ളിൽ കുത്തുന്ന സാധനമല്ല. ആ കുത്തുന്ന സാധനത്തിൽ ഇതാക്കുന്ന ഒരു കേബിൾ, ഇപ്പുറത്തെ C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബേസിക് സാധനമാണ്. അതായത് ഇങ്ങനെ വെക്കുന്നത് ഒട്ടും ഒരു കാറിന് വൃത്തി ഉണ്ടാവില്ല. കാരണം ഇതൊരു വയർ ഇങ്ങനെ തൂങ്ങി കിടന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് കാറിൽ ഇങ്ങനെ വയേഴ്സ് ഇങ്ങനെ മെസ്ഡപ്പായി കിടക്കുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഇവിടേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് സാധനം ഇതിൻ്റെ കൂടെ വരുന്നത് ബാക്കിലേക്കുള്ള കേബിൾ, ബാക്ക് ക്യാമറ. ഓക്കെ, ബാക്ക് ക്യാമറ നിങ്ങൾ കണ്ടില്ലല്ലേ പറഞ്ഞ പോലെ. അപ്പോൾ ബാക്ക് ക്യാമറ ആണ് ഇത് വരുന്നത്. ഇത് ബാക്ക് ക്യാമറയുടെ യൂണിറ്റാണ് വരുന്നത്. ഓഫ് കോഴ്സ് എല്ലാ
ഡാഷ് ക്യാമറ എടുക്കുന്നത്, ഏത് ഡാഷ് ക്യാമറ എടുത്താലും നമ്മുടെ ബാക്ക് ക്യാമറ അത്രയും ഓക്കെ ആയിരിക്കില്ല, അത്രയും ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കമ്പയറിംഗ് ടു ഫ്രണ്ട് ക്യാമറ. അതായത് ഫ്രണ്ട് ക്യാമറ ആയിരിക്കും എപ്പോഴും ഒരു ഡാഷ് ക്യാമറ ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനം ഉണ്ടാവുക. ബാക്ക് ക്യാമറ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, ഒരു മീഡിയം റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് ഒരു ഫ്രണ്ട് ക്യാമിൻ്റെ ഒരു പകുതി ക്വാളിറ്റിയൊക്കെ ബാക്ക് ക്യാമറ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്ക് ക്യാമറ ഒട്ടും നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഓക്കെ, പറഞ്ഞ പോലെ ഇതിൽ വേറെ സാധനം വരുന്നുണ്ട്, ഞാൻ മറന്നുപോയി. ഇപ്പോൾ ആ പോർട്ട് കുത്താനുള്ളത് നോക്കിയപ്പോഴാണ് കണ്ട്. അതേപോലെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു ഈ ടൂൾ കിറ്റ് വന്നിട്ടുണ്ട്, നമ്മളങ്ങനെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇതാക്കുന്നത്. അതേപോലെ തന്നെ ഇതെന്താണ് സാധനം, ഇതൊരു എക്സ്ട്രാ ഒരെണ്ണം തന്നോ തോന്നുന്നു, ഒരു ബാക്കപ്പിന് വേണ്ടി തന്നോ തോന്നുന്നു ഈ സാധനം. ഇത് മറ്റേ ഹുക്കാ തോന്നുന്നു. അതായത് കേബിൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കേബിൾ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഒരു കേബിൾ മാനേജ്മെൻറ്റ് വേണ്ടിയുള്ള സാധനം തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം മിസ്സിംഗ് ആണ്. എന്താണെന്നറിയോ, ഹാർഡ്വെയർ കിറ്റ്. അതായത് ഈ ഒരു ക്യാമറ നമുക്ക് 24 hour റെക്കോർഡിങ്ങും സാധനങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാർഡ്വെയർ കിറ്റ് വേണം. അത് ഇതിൻ്റെ കൂടെ ഇൻബിൽഡ് ആയിട്ട് വരില്ല, അത് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഡാഷ് ക്യാമറ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കാറിൽ ഓൾറെഡി ഡാഷ് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഹാർഡ്വെയർ കിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഐ ഗെസ് അത് മതിയാവും തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻബിൽട്ടായിട്ട് മെമ്മറി കാർഡ് വരുന്നുണ്ട് കേട്ടോ. ഇത് 64 GB ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 64 GB മെമ്മറി കാർഡ് വരുന്നുണ്ട്. പക്ഷേ 64 GB വെച്ച് കൊണ്ടാണ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല, ഒരു മിനിമം ഒരു 128 എങ്കിലും വേണം. എൻ്റെ കയ്യിൽ ഓൾറെഡി കാറിൻ്റെ ഡാഷ് ക്യാമിൽ 256 GB മെമ്മറി കാർഡ് ഇരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും ഇതെടുത്ത് റിപ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഹലോ ഗൈസ്, ഒരു മണ്ടത്തരം പറ്റി, മണ്ടത്തരല്ല, ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഓൾറെഡി കാറിലുള്ള ഡാഷ് ക്യാം, സോ അതിൽ സാധനം സ്യൂട്ടാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ താഴെ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കാറിലുള്ള ഡാഷ് ക്യാമറ മൈക്രോ USB ആണ് അതിൻ്റെ പോർട്ട്, ഇതിൻ്റെ സീറ്റ് പോർട്ടാണ്. അപ്പോൾ ഈ വർഷം പിന്നെ മേ ബി ഒരു കണക്ടർ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതിയാകും. പക്ഷേ ഞാൻ ഒന്ന് തപ്പി നോക്കിയപ്പോഴാണ് ആമസോണിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഹാർഡ്വെയർ കിറ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് സംഭവം കണ്ട്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ക്യാമറ F9 F17 ഡാഷ് ക്യാമിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ കിറ്റാണ്. അപ്പോൾ വേറെ ഹാർഡ്വെയർ കിറ്റൊന്നും ഇതിന് ഷൂട്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം 3 ക്യാമറ ഡാഷ് ക്യാമറ വരുന്നത്, അപ്പോൾ അതിനനുസരിച്ച് പവർ കാര്യം വലിക്കുന്നതായിരിക്കും മേ ബി. അപ്പോൾ ഞാനത് ഓർഡർ ആക്കിയിട്ടുണ്ട്. ക്യാമറ 2 ദിവസം കൊണ്ട് ഓർഡർ ചെയ്തപ്പോൾ എത്തി, പക്ഷേ മറ്റേ സാധനം ഒരാഴ്ചത്തോളം എടുക്കുന്നുണ്ട്. അപ്പോൾ മേ ബി അപ്പോൾ ഇനി ആ സാധനം ഓർഡറായി വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഓൾറെഡി എൻ്റെ ഡാഷ് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുള്ള ഷോപ്പിൽ തന്നെ പോവാം, അവിടെ പോയിട്ട് ഇത് ചെയ്യാം. അവിടെ പോകുമ്പോൾ കുറച്ച് 1-2 ബാക്കിങ് പരിപാടീസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒപ്പം ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹാർഡ്വെയർ കിറ്റ്, റെഡ് ടൈഗറിൻ്റെ ഹാർഡ്വെയർ കിറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷം സാധനം എത്തിയിട്ടുണ്ട്. ഇല്ല, അവൻ പോയി, അവൻ ദുബായ് പോയി. വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെച്ചതിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ രാത്രി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെയാണ് നമ്മൾ അതിൻ്റെ ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സാധനം, കാണിച്ചു കൊടുത്തേ, ഇതാണ് സാധനം. ഞാനിപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഇത് കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ അങ്ങനെ 3 ക്യാമറ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അറ്റ് ടൈം നമുക്ക് ഫ്രണ്ട് ബാക്ക് ഇതാക്കി തന്നെ അതിൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. സൈഡോട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഉണ്ടല്ലോ, ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ഫ്രണ്ട്. ഹലോ, യെസ്, 11:30 പരിപാടി. 11:30 പരിപാടി. ഞാനിവിടെ 9 മണിക്ക് ഒരുങ്ങിയിരിക്കുന്നതാണ്. ഇവിടെ ഉടുക്കത്തെ ബ്ലോക്ക് ഈ ക്രിസ്മസ് ആയിട്ട് കൊച്ചി തൊട്ടിട്ട് തൃശ്ശൂർ തൊട്ടിട്ട് കൊച്ചി വരെ മൊത്തം ബ്ലോക്കാ. ഞാൻ ഇപ്പൊ ഡോക്കിനോടൊക്കെ എത്താറേ 2 മണി വരെ എന്തോ ഉണ്ട് പരിപാടി. ഇതല്ലോ ആശിഷ്, അതന്നെ. ഫ്രണ്ട് ക്യാമ വരുന്നത് 4K വരുന്നത്. 4K ഇതിൻ്റെ ഫ്രണ്ട് ക്യാമ വരുന്നത്. അതേപോലെ പിന്നെ ഉള്ളത് നമ്മുടെ ഇൻസൈഡ് ക്യാമും ബാക്ക് ക്യാമറയും 1080p ആണ് വരുന്നത്.
ഇൻസൈഡ് ക്യാമറ എനിക്ക് നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് എന്തെങ്കിലും പറ്റിയാലും ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും തട്ടുമുട്ട എന്ത് ഉണ്ടായി കഴിഞ്ഞാലും ഈ ക്യാബിൻ ഇൻസൈഡുള്ള ഒരു വിഷ്വലും കൊണ്ടുള്ളത് നല്ലതാണെന്ന് തോന്നി. കാരണം ഒരു 3 ചാനലായിട്ടുള്ള സംഭവം കൂടെ ആകുമ്പോൾ ബെസ്റ്റ് ആണെന്ന് തോന്നിയോണ്ടാണ് ഇതന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻസൈഡുള്ള ഫുട്ടേജ് ഇത്ര വരുന്നത്. എന്തായാലും അത് ഫ്രണ്ട് ക്യാമറയുടെ ആ ഒരു ക്വാളിറ്റി എന്തായാലും കിട്ടില്ല. ഇൻസിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് ക്ലിപ്പ് എടുക്കാൻ പറ്റുന്ന ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമുക്കൊരു വ്ളോഗിന് വീഡിയോസിൽ യൂട്യൂബിലിടാനുള്ള നമുക്ക് അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഒന്നും അതിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ നമ്മൾ പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വണ്ടി പോയിട്ടുള്ള കറക്റ്റ് ലൊക്കേഷൻ, അതായത് എക്സാക്റ്റ് നമ്മുടെ ലൈവ് ലൊക്കേഷൻ നമ്മൾ ഷെയർ ചെയ്ത പോലെ അതേപോലെ നമുക്കിതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഏത് സ്ഥലത്ത് കൂടെയാണ് വണ്ടി പോയിട്ടുള്ളത്, ഏത് റൂട്ടാണ്, പക്ക ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഏത് സ്ഥലത്തൂടെ പോയിട്ടുള്ളത് കറക്റ്റ് ലൈവ് ആ വീഡിയോ പ്ലേ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ലൈവ് ലൊക്കേഷൻ പോലെ നമുക്ക് അതിൽ കാണിച്ചു തരുന്ന സംഭവം. അത് നല്ലൊരു സാധനമായിട്ട് തോന്നി. അതേപോലെ തന്നെ നമുക്കിതിൽ പിന്നെ കറക്റ്റ് സ്പീഡും കാര്യങ്ങളും ടൈം സ്പീഡ് എല്ലാം കൊണ്ടും നമുക്കൊരു ബെസ്റ്റ് ക്യാമറ ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് ചില ലൈറ്റ് അടിക്കുന്ന വെയിലൊക്കെ ഡയറക്റ്റ് അടിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഗ്ലെയറിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ മേ ബി എനിക്കൊന്ന് ഇതിൻ്റെ ഒരു ഫിൽറ്ററൊക്കെ കിട്ടും, CPL ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിട്ടും. നമുക്ക് ഓവർ ലൈറ്റ് ഒക്കെ ഇതാക്കാൻ വേണ്ടി അങ്ങനത്തെ ഒക്കെ വാങ്ങി വെക്കാനൊക്കെ പറ്റും. അതേപോലെ ബാക്ക് ക്യാമറയുടെ വിഷ്വൽ ഇതാണ് വരുന്നത്. ബാക്കിൽ പിന്നെ ആ സൺ ഫിലിമിൻ്റെ അത് ഒട്ടിച്ചുകൊണ്ട് അതിൻ്റെതായ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. കാരണം ആ കോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് നിങ്ങൾ ക്യാമറ കാണുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ബാക്ക് ക്യാമറ അത്രയും ക്ലാരിറ്റി ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അവിടെ ഒരു ഹോൾഡർ കട്ട് ചെയ്യേണ്ടി വരും ആ കറക്റ്റ് ക്യാമറ അനുസരിച്ചിട്ട്. എങ്ങനെയാണ് ഇതിൻ്റെ സംഭവ സാമഗ്രികളെല്ലാം ക്യാമറയുടെ വരുന്നത്? വേഗം വേണ്ടിയിട്ടാ വിളിച്ചു പറഞ്ഞത്. വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ടാ വിളിച്ചു പറഞ്ഞത്. ഞാൻ ഫസ്റ്റിലെ ഒരുങ്ങി കഴിഞ്ഞ ഞങ്ങൾക്ക് ലാസ്റ്റ് ആണല്ലോ ഒരുങ്ങിയത്. Indicates a BMW driver indicating. No way. No. Oh, I thought I'd seen it all in racing, ladies and gentlemen, but I've just witnessed a BMW driver indicating.